ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജീപ്പ് എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെ കാർ വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജീപ്പ് സഫാരിയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 8 സ്ഥലത്തേക്ക് ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാണുന്ന മലയുടെ മുകളിലോട്ടൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ വിശദമായിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം പിന്നീട്. ജീപ്പ് സഫാരിക്ക് 2500 ആണ് വരുന്നത് കേട്ടോ ഒരു ജീപ്പിന്. അങ്ങ് കാണുന്ന മലയുടെ അവിടെയായിട്ടാണ് ഒരു വാട്ടർഫാൾസും കേവ്സൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വരെ പോകുന്ന പറയുന്നത്. നമ്മുടെ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവറാണത്. ഏഞ്ചൽ വ്ളോഗർ ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട. ഇപ്പോൾ ഒരു കാറ് ട്രക്കിങ് പോണ സ്ഥലത്ത്, ജീപ്പ് പോണ സ്ഥലത്ത് കാർ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇതേ ഒരു കുഴിയിൽ, ആ കാണുന്ന കുഴിയിൽ വീണിട്ട് നമ്മുടെ പറവൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ടയർ പൊട്ടി ബെൻഡായി. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തേക്ക് വരുന്നവർ ജീപ്പ് എടുത്തിട്ട്, ഓഫ് റോഡ് ജീപ്പ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓൺ റിസ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ. ഈ ലോറി ജീപ്പ് കെട്ടി വലിച്ച് കൊണ്ടുള്ള പരിപാടിയാണത്. കയറൂല അല്ലെങ്കിൽ ഈ സാധനം. ഒരാൾ ഫാഷൻ ഫ്രൂട്ട് തിന്നണം, ഒരാളതെ ഉപ്പും മുളകും തേച്ച മാങ്ങ തിന്നണം. നമ്മുടെ വ്ളോഗർ ഇതല്ലേ ഇത് തൈയൊക്കെ യൂസ് ചെയ്യും. കരിമ്പ് വെക്കണത് ഈ സാധനം വെച്ചിട്ട് കൃഷി ചെയ്യണത്. ഈ സാധനം വെച്ചിട്ട് എല്ലാവർക്കും കൃഷി ചെയ്യുന്നത് കരിമ്പ്. നമ്മുടെ 2018 കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ ഒരു നായാട്ടം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം, അവർ സൂയിസൈഡ് ചെയ്ത ഒരു ലൊക്കേഷനൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാനുള്ള വലിയ ഏരിയകളൊന്നും ഇല്ല. അതുകൊണ്ട് എവിടെ നിന്നിട്ടാണ് അതെല്ലാം കാണുന്നത്. ഇപ്പോൾ ജീപ്പുകളിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ജീപ്പ് ഇതേ കയറി വരുന്നു. ഇതേമാതിരി ഇഷ്ടംമാതിരി ജീപ്പുകൾ അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ജീപ്പിൽ നിങ്ങൾ ട്രക്കിങ് പോകണമായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലൈവായിട്ട് ഇപ്പോൾ ഒരു വണ്ടി വീഴുന്നത് ഞങ്ങൾ കണ്ടു. ടയർ പൊട്ടി, റിമും പൊട്ടി, എല്ലാം നശിച്ച് ഒരു ഫാമിലിയാണ്. ഇനി അവർ എപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജീപ്പിലെ ഡ്രൈവർ പറഞ്ഞത് ഇതേമാതിരി ഇഷ്ടംമാതിരി വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആവണമെന്ന് പറയണത്. വെച്ചാൽ ഇന്നോവ പോലെ വണ്ടികൾ എല്ലാവരും ഓൺ റിസ്ക് എടുത്ത് കയറും ഇവർ പറഞ്ഞ് കേൾക്കാണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വണ്ടിക്ക് വേണ്ട മെയിൻ്റനൻസ് ഇവരുടെ വണ്ടിക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ ആ ഒരു ഫാമിലി അടുത്ത് ഈ ഡ്രൈവർ ചോദിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരത് കേൾക്കാണ്ട് പോയി. ഇപ്പോൾ അവർക്കൊരു 6000-7000 രൂപ അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. അതിനൊക്കെ ഇവരുടെ ആ ജീപ്പിൽ കയറിയിരുന്നെങ്കിൽ കൂടിപ്പോയ 2500 രൂപ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. 8 സ്ഥലത്തിൽ ഒരു സ്ഥലം കഴിഞ്ഞു, ഇനി 7 സ്ഥലം കൂടിയുണ്ട്. എന്നിട്ട് പിന്നെ രാത്രി വീഴാൻ മതി. അതൊരു ആദിവാസിക്കുടിയുടെ വ്യൂ ആണത്. മലയുടെ സൈഡിലായിട്ടാണത്. നല്ല വലിയ മലയുടെ സൈഡിലായിട്ടാണത് ആ വീട്. കോൺക്രീറ്റ് ആയിട്ട് പണിതേക്കുന്ന വീടാണ് അതെല്ലാം. കുടിയിലോട്ടൊക്കെ പ്രവേശനമില്ല. ഈ വിഷു സമയത്തേക്കാണ് കുടിയിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അവരുടെ ആ കുടിയിൽ അവർ സ്റ്റേ ചെയ്യണില്ലേ, അവരുടെ കൃഷി സ്ഥലമാണ്. മേളിൽ നിന്ന് താഴെ വരെ കാണാല്ലേ. മേളിൽ കൂടെ വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളത് ആദ്യം. ഇപ്പൊ അത് ജസ്റ്റ് ആരും അങ്ങോട്ടൊക്കെ നടന്നു വരുന്നില്ല.
2 മല കഴിഞ്ഞ്. ഓക്കെ ഓക്കെ. പിന്നെ ഈ കാണില്ല, ഈ മലയുടെ മുകളിൽ നിന്ന് കാണുകയാണെങ്കിൽ അമരാവതിയുടെ ഷട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ നടക്കണില്ലേ, അത് ഫുള്ള് ബീൻസാ. ആ എല്ലാം എന്തും വിളയും. ഇപ്പൊ ഈ മഴ ഇവിടെ ഒരു വാട്ടർഫോൾസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അതോ അവിടെ ഉണ്ട് കേട്ടോ. അതിലാണ് ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ മേളിലത്തെ വാട്ടർഫോൾസ് ചെക്കട, പക്ഷെ ശരിക്കുള്ള വ്യൂ അവിടെ നിന്ന് നല്ല വ്യൂ. പക്ഷെ ചെക്കിട മണിയാണ് നമുക്ക് സൈഡിൽ നിൽക്കാനും കാര്യം. അവിടെ മറ്റേതൊക്കെ കിടപ്പുണ്ടല്ലേ പണിയാനുള്ളതില്ല. നല്ല കൊള്ളാറുണ്ട്. അവിടെ ഒരു ചെക്ക് ഡാം പണിയുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ. അങ്ങോട്ടേക്ക് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് പോയി നോക്കാം. ചെറിയൊരു വാട്ടർഫോൾസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വലിയൊരു ഭാഗത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റും. അതല്ലാണ്ട് വേറൊരു ഏരിയ ഇല്ല ഇറങ്ങാൻ. ആ വഴിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. മഴയ്ക്ക് മുന്നൊന്ന് പോയി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇരുണ്ട് കൂടുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കയറ്റം കൊണ്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു. ആ ഗുഹയുടെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കയറാനുള്ളൊരു വകുപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നത് ആ ഒരു എൻട്രൻസ്. ഇതാണോ അപ്പുറത്താണോ എന്ന് അറിയില്ല. ലൈറ്റ് വേണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ഗുഹയുടെ ഉള്ളിൽ കൂടി കയറി വന്നത്. നോക്കി കണ്ടും കയറിയില്ലെങ്കിൽ പണിയാവും. ആ മൊബൈൽ വാങ്ങിച്ച് ഇതിട്ടോ, ഓഫ് ചെയ്തിട്ടോ. കയറിപ്പോ. നീ ഫ്ലാഷ് ഓഫ് ചെയ്തോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കയറിപ്പോട്ടെ. ആ അപ്പോൾ അടുത്ത ആൾ കയറുന്നുണ്ട്. കയറിപ്പോക്കോ. ഇപ്പോൾ വന്ന വഴി ഇത് അതിലാണ് ഇങ്ങനെ കയറി വന്നത് കേട്ടോ. ഞാൻ ആ വീഡിയോ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നേരത്തെ ഓപ്പൺ ആണെന്ന് വിചാരിച്ചത്. അതിലിങ്ങനെ കയറി ഇതിലിങ്ങനെ വന്ന് ഇതിലിങ്ങനെ കയറി അവിടെ നിന്ന് മോളിൽ നിന്ന് ആൾ പിടിച്ച് പൊക്കണം എന്നാണ് പറയണത്. അമ്മ എൻ്റെ തലമുട്ടി ഇടിച്ചു പൊളിച്ച് കയറി വരണ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. ഞാനും കേറി കിട്ടി ഗുഹയുടെ ഉള്ളിൽ കൂടി. എന്റെ പൊന്നി പിടിച്ചേ, ഷൂട്ട് ചെയ്തോ. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. വേരിന്റെ ഉള്ളിലൊക്കെ സുഖമായിട്ട് ഇരിക്കാം. വേര് പിണഞ്ഞ് കിടക്കാം. ഒരു 100-150-200 കിലോ ഒക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ള വേരാണ്. ചാര് കസേര പോലെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാട്ടത്. അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും ചാര് കസേരയിലിരുന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. മഴക്കാലത്ത് വെള്ളം അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് ഒഴുകി ഇതിലെങ്ങനെയാണ് പോകും. പിന്നെ താഴെയാണ് അണക്കെട്ട് ചെറുതായിട്ട് പണിയാണ് പറഞ്ഞു. അവിടെ വെള്ളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി. മൂന്ന് കുടിയുണ്ട്. സാമേറിലക്കുടി, വലസപ്പട്ടിക്കുടി, കൂടലാർക്കുടി. ഇത് കഴിഞ്ഞിട്ടാ കൂടലാർക്കുടി. ഇതൊക്കെ ചുമ്മാ വെറുതെ കാട്ടുചെടിയാണ്. അവിടെ കാണുന്ന മലയുടെ ബാക്കിൽ കൂടിയാണ് കയറി ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത്. അവിടെ കാണുന്ന കുറേ വീടുകളൊക്കെ കണ്ടില്ലേ, അതിലൂടെയാണ് ഞങ്ങൾ കയറി വന്നത്.
അങ്ങനെ കറങ്ങി കറങ്ങി അപ്പുറത്തെ മലയുടെ അതിലേ കയറി ഇതിലേ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കറങ്ങി ഞങ്ങൾ ഇതിൻ്റെ താഴത്തോട്ട് ഇറങ്ങി ഇതാ കാണുന്ന അതിലേ ഇറങ്ങി അവിടെ തിരിച്ച് ആ പോയിന്റിലേക്ക് വരും എന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്.